കാട്ടാന ഭീഷണിയെ തുടർന്ന് കുടുംബങ്ങൾ നാടുവിട്ടു പോകേണ്ട സ്ഥിതി. പത്തനാപുരം പിറവെന്തൂർ 6-ാം വാർഡിലാണ് സംഭവം. നിരന്തരമായ വന്യമൃഗശല്യത്തെ തുടർന്ന് ഇവിടെ ജനവാസം കുറഞ്ഞു വരികയാണ്. ഞങ്ങളെയും കണ്ടു, ഞങ്ങൾ ആനയും കണ്ടു. അപ്പൊ മോനുടനെ പെട്ടെന്ന് കയറി പറഞ്ഞു, പേര് വിളിച്ചു, അയ്യപ്പ കയറിപ്പോ, ഞങ്ങൾക്ക് വീട്ടിൽ പോകാനുള്ളതാ എന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് താഴെ തോട്ടത്തിലോട്ട് ഇറങ്ങിയിട്ട് പ്ലാവില് ചക്ക പറിക്കാനെ കൊണ്ട് പ്ലാവ് കുലുക്കാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ ഒന്നും കൂടെ എല്ലാരും കൂടെ പറഞ്ഞു, എടാ കയറിപ്പോ, ഞങ്ങൾക്ക് വഴി മാറിത്താ, ഞങ്ങൾക്ക് പേടിയാ, ഞങ്ങൾക്ക് കയറി പോണോന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി തിരിഞ്ഞു കയറി മേളി മലയിലോട്ട് കയറി സൈഡിലെത്ത് മാറി. പത്തനാപുരം പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിലെ 6-ാം വാർഡിലെ എഴുവത്തൂർ വഴങ്ങോട് പ്രദേശത്താണ് രൂക്ഷമായ കാട്ടാന ശല്യമുള്ളത്. നിരവധി കുടുംബങ്ങൾ താമസിച്ചിരുന്ന ഇവിടം നിരന്തരമായ വന്യമൃഗശല്യത്തെ തുടർന്ന് ജനവാസം കുറയുന്ന സ്ഥിതിയിലാണ്. ആ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഇവിടെ മാമൻ ഒരാൾ മാത്രമേ ഉള്ളൂ. ഇതെൻ്റെ വീട്. അവിടെ ചേച്ചിയും ഞാനും അമ്മ, ചേച്ചിയുടെ മോന്. ചേച്ചിയുടെ ഒരു തെങ്ങും പിടിച്ചു, എൻ്റെ ആങ്ങളയുടെ കവുങ്ങും പോയി, ഉള്ള ചക്കയും അടിച്ച് മൊത്തം തേച്ച് നശിപ്പിച്ച് നാരായണക്കൽ വെച്ചു. ഭയങ്കര ശല്യം. സ്ഥിരമായിട്ട് ഇങ്ങനെ ശല്യമുണ്ടോ? സ്ഥിരമായിട്ട് ഇപ്പോൾ 2-3-4 ദിവസം കൊണ്ട് ശല്യമോ. അവിടെ ഒരു മുസ്ലിമിൻ്റെ അങ്ങാരുടെ താഴെയും പോയി, കൈതയും പോയി, എല്ലാം പോയി. നിരന്തരമായി എത്തുന്ന കാട്ടാനക്കൂട്ടങ്ങൾ കൃഷി നശിപ്പിക്കുകയും സ്വത്തിനും ജീവനും ഭീഷണിയാവുകയും ചെയ്യുന്നു. രാപ്പകലില്ലാതെ വീടുകൾക്ക് സമീപമെത്തുന്ന കാട്ടാനക്കൂട്ടങ്ങളെ ഭയന്ന നിരവധി കുടുംബങ്ങൾ ഇവിടെ നിന്ന് നാട് വിട്ടുപോയി. 2-3 ദിവസമായി കറണ്ട് വന്നിട്ട്, കിണറിൻ്റെ അവിടം വരെ ആന വന്ന് പ്ലാവ് എടുത്ത്, തെങ്ങെടുത്ത്, വാഴയെടുത്ത്. ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ ഞങ്ങൾക്ക് ജീവനെ പേടിയുണ്ട്. ഞങ്ങൾ 2 പേരാണ് ഇവിടെ താമസിക്കുന്നത്. മേളിൽ 3 കൂട്ടർ, ഒരാൾ താമസമുണ്ട്, 2 കൂട്ടർ താമസമുണ്ട്. അവർക്കും ആളും പേരൊന്നും ഇല്ലാത്തവരാ. അവിടെയും ഇത് കൊണ്ട് ശല്യമാണ്. ഞങ്ങൾ എന്താ ചെയ്യും? ഈ ആന ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഈ ആനയെ ഇവിടുന്ന് മാറ്റി തരാനെ കൊണ്ട് അവിടുന്ന് ഈ ഗവൺമെന്റ് ഞങ്ങൾക്ക് ഇവിടുന്ന് ആനയെ മാറ്റി തരാനുള്ള ഇതുണ്ടാക്കണം. വനം വകുപ്പോ പഞ്ചായത്ത് അധികൃതരോ ജനപ്രതിനിധികളോ വന്യമൃഗശല്യം ഒഴിവാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുന്നില്ലെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു. ഈ ഒരു കുട്ടി വനമായിട്ട് കിടക്കുന്ന ഒരു ഏരിയയാണ്. ഇതിൻ്റെ അകത്ത് ആനയുടെ നിരന്തര ശല്യമായി പോയി. നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മേളിൽ തൊട്ട് താഴോട്ട് ലാലമ്മയുടെ വസ്തു തൊട്ട് ഇങ്ങോട്ട് വനജ എന്ന് പറയുന്ന ആൾ താമസിക്കുന്ന അവരുടെ 2-3 പിള്ളേരുണ്ട്. ആ പിള്ളേർക്ക് രാത്രിയിൽ അവർ പോയി വരുന്നത്, അവർ ജോലി കഴിഞ്ഞ് വരുന്നത് അവർക്ക് ഭയങ്കരമായ ഭീഷണിയാണ്. പിന്നെ താഴോട്ട് വരുമ്പം ഇവിടെ പാമ്പ, സുനിൽ, സജി, പിന്നെ സജി എന്ന് പറഞ്ഞതാ, പിന്നെ ജിജി, പൊന്നച്ചൻ, ഷാജി, സഹദേവൻ, മണിയണ്ണൻ, മജീദണ്ണൻ, വസന്തൻ, ഇങ്ങനെയുള്ള എല്ലാവരുടെയും കൃഷിനാശം വന്നുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ ഇവിടെ പേര് പറയാത്ത ഒരുപാട് പേരുണ്ട്. എല്ലാവരെയും 10-21 വീട്ടുകാരിവിടെ ഉണ്ട്. അവർക്ക് ആർക്കും ഇവിടെ സ്വൈര്യമായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല. ഞങ്ങളെ സർക്കാരിന് പരിഹാരം കണ്ടെത്തി ഞങ്ങളെ ഇവിടുന്ന് ശാശ്വത പരിഹാരം കണ്ടെത്തി തരുക. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.